അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആവേശകരമായ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ലൈഫ് ലൈഫ് ഞാനാണെങ്കിൽ ലൈഫ് ആയി കളിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന പൊസിഷനിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ എടുക്കാം. ഗെയിം തുടങ്ങി ഒരു അധികം ടൈം വേണ്ട, അത്ര ചെറിയ സെക്കൻഡുകളിൽ നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെയുള്ളത് തോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ കളിക്കണം. നല്ല രീതിയിൽ കളിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല തോക്ക് കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ അറിയണം നല്ല രീതിയിൽ. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഞാനും പിന്നെ വേറെ രണ്ടാളായിട്ടാണ് കളി. ഓൺലൈനിൽ ഫേക്കാണോ അല്ലയെന്ന് നമുക്ക് ഗെയിം കളിച്ചാലാണ് മനസ്സിലാവുക. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിലൊരുത്തുണ്ട്, അവൻ്റെ തലയ്ക്ക് മുകളിലൊരുത്തുണ്ട്. അവൻ ബോംബിട്ട് അവന് സ്കിപ്പായി. നമുക്കൊരു ചള്ളയിൽ പോയിട്ട് അവനെ അലക്കാം. ചള്ളയിൽ പോയിട്ട് എൻ്റെ ജീവൻ പോയി, പകുതി ജീവനുള്ളോ. എന്തായാലും നമുക്ക് പിടിച്ചേക്കണം. ആരുടെ മുമ്പിലും തലക്കൊനിക്കില്ല. എത്രയും പെട്ടെന്ന് ലൈഫ് എടുക്കണം, അല്ലെങ്കിൽ അവൻ നമ്മളെ വന്ന് ഇലകും. അവൻ അപ്പുറത്തേക്ക് വന്നു. ഇവനെയാണ് നമ്മൾ നേരത്തെ കളിക്കുക. അപ്പോൾ അവനറിയാം നമുക്ക് ലൈഫ് കുറവാന്നേ. അവൻ ചള്ളയിലൊന്ന് ചാമ്പി ചള്ളയിലൊന്ന് ചാമ്പി. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ ലെവലാക്കാം. എന്തായാലും ഞാൻ ഇതിലെന്തായാലും ഞാൻ ജയിക്കും. ഇവന്മാരെയൊക്കെ അലകിയിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിരിക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചെത്തി, ഗണ്ണെടുത്തു. സമയം ഇത് 3 മിനിറ്റ് കേട്ടോ. 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര പോയിൻ്റ് എടുക്കാം, എത്ര പേരെ അലക്കാം. ഫസ്റ്റ് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ. ഫസ്റ്റ് അടിച്ചിരിക്കും. അവൻ്റെ അണ്ണാക്കി കൊടുത്തു. ഷോട്ട് കണ്ട് അലക്കി. അതൊരു കണ്ണിങ് ഗെയിമായിട്ടത് തിരിഞ്ഞതിൽ. കാരണം നമ്മുടെ കയ്യിൽ ചെറിയ തോക്കാം, അവൻ്റെ വണ്ടം തോക്കുള്ള ബോംബിട്ട് നൈസായിട്ട് അവനെ ഒതുക്കി. വേറൊരുത്തും പുറത്ത് ബാക്കിൽ നിന്ന് വെടിയൊക്കെയുണ്ട്. അല്ലക്കി ഷോട്ട് കണ്ട്. അല്ല, അവൻ്റെ തല തെറിപ്പിച്ചു. അവൻ്റെ തല എൻ്റെ കാലുമൂട് ഉരുള ചെയ്ത. മോളിൽ നിന്ന് വരുത്താൻ ബും. അവനെ ഒരൊറ്റ അലക്ക് പൊളിച്ചടക്കി. അവൻ്റെ ഒരു ബും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോളിൽ നിന്ന് ഒരുത്തം വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അലക്കാം. അത്യാവശ്യം പ്ലാനിങ്ങിൽ നിൽക്കണം. ബോംബ് ഇല്ല, ഒരു ബോംബിലും തളരില്ല. ലൈഫ് കുറവ്. ചില ടൈമിൽ ഈ ടച്ച് വർക്കാവത്തല്ല, കൈ നനഞ്ഞിരിക്കവേ. അപ്പോൾ നമുക്ക് ചില ടൈമിൽ ബോംബ് അല്ലെങ്കിൽ വീട്ടിൽ പോവില്ല. ഹാക്കറാണോന്ന്? ഹാക്കർ ഞാനല്ല, എൻ്റെ അച്ഛനടാ. യുവർ ഫാദർ. നമുക്ക് ഹാക്കർ വശമില്ല മോനെ, നേരിട്ടുള്ളൂ. ഹാക്കർ യുവർ ഫാദർ. ഇവിടെ നേരിട്ടുള്ള പോരാട്ടമാണ്. അവൻ ഹാക്കറിനെ വിളിച്ചിരിക്കണം. നമ്മൾ ഹാക്കറിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി അതൊക്കെ നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ചിലപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ചാവേണ്ട വരുമായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ. മത്സരം കുറച്ച് ആവേശമായിപ്പോയി, കയ്യിൽ നിന്ന് പോയി. കുഴപ്പമില്ല, എന്നാലും നമ്മൾ തന്നെ മുൻപിൽ. 5 ലൈഫ് 5 അല്ല. ഒന്നും കൂടി നമുക്ക് പോയിൻ്റ് കയറണം. 1 മിനിറ്റ് അങ്ങോട്ട് ഉള്ളോ, 1 മിനിറ്റും 8 സെക്കൻഡ് അങ്ങോട്ട് ഉള്ളോ. പിന്നെ നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ എടുക്കണം. 2 പോയിൻറ്റും കൂടി എടുക്കണം എന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് തോക്കട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് അധികം ഉപയോഗിക്കാറില്ല. ഷോട്ട് ഗണ്ണാണ് എൻ്റെ മെയിൻ. അവനല്ല ഒരു ബോംബുണ്ടല്ലേ അവനെ. അല്ല, പറഞ്ഞില്ലേ, ബോംബുകൊണ്ട് തന്നെ ഇളക്കി. എനിക്ക് ഒരുത്തനും കൂടെ ഇളക്കണം. 44 സെക്കൻഡ് ഉള്ളൂ, എന്നാലും ഇളക്കിയിരിക്കും. കമോൺ. ഗെയിം ടൈറ്റിലേക്കാണ് പോകുന്നത്. ടൈറ്റിലേക്ക് 30 സെക്കൻഡ്. ഇനി 25 സെക്കൻഡ് കൂടെ ഉള്ളു. അവനലക്കും. ബോംബിട്ടു. അവൻ്റെ ബോംബൊക്കെ നിർവീര്യക്കും. അവൻ എന്തായാലും അലക്കും. ജീവൻ കുറഞ്ഞു, അവന് ജീവനുണ്ട്. എന്നാലും ഞാൻ ചാവാതെ അവനലക്കിയിരിക്കും. അവൻ ഷോട്ട് കണ്ട് അലക്കി. അല്ല, താണ് മോനെ കളി. ഹാക്കർ ഞാനല്ല, എൻ്റെ അച്ഛനാണ്. അലക്കി വിളിച്ചവനെ. പോയിന്റ് അല്ല, ലൈഫ് മുന്നിലേ. ആഹ്ലാദം ആരും ആഘോഷ പ്രയംബരം. മുമ്പിലെത്തി 7.